ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി സ്പോട്ട് ലൈവിലേക്ക്. വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി പി ജയരാജനെതിരെ കൊലയാളി പരാമർശം നടത്തിയ വിഷയത്തിൽ കെ രമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. RMP നേതാവ് കെ രമയ്ക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് തുടക്കത്തിൽ വടകരയിൽ പി ജയരാജനെതിരെ ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞിരുന്നത് കെ രമയായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി ചിത്രത്തിൽ തെളിയുമെന്ന് പറഞ്ഞത് കെ രമയുടെ പേരാണ്. പക്ഷെ അവസാന നിമിഷമാണ് വടകരയിൽ പേരുകൾ മാറി മറിഞ്ഞത്. തുടക്കം മുതൽ വലിയ ആരോപണങ്ങളാണ് പി ജയരാജൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പി ജയരാജന് വേണ്ടി വടകരയിൽ അരയും തലയും മുറുക്കി CPM-ഉം ജില്ലാ നേതൃത്വവും മുഴുവനായി ഇറങ്ങിയിരിക്കുന്നത്. കണ്ണൂരിൽ PK ശ്രീമതിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പോലും മാറ്റിവെച്ച് നേതാക്കളുടെ വടകരയിലേക്ക് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കൊലയാളി പരാമർശം കെ രമ പി ജയരാജനെതിരെ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന പ്രധാന വാർത്ത. ഏതായാലും വടകരയെ സംബന്ധിച്ച് ആവേശകരമായ ഒരു പോരാട്ടമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. പ്രത്യേകിച്ചും പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം വിട്ട് നേരെ വടകര സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഇടത് ക്യാമ്പുകളൊക്കെ ആവേശത്തിലാണ്. പക്ഷെ അതേസമയവും ഈ പറഞ്ഞ രാഷ്ട്രീയ സമവാക്യങ്ങളിലെ ചെറിയ വ്യത്യാസങ്ങൾ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി RMP ഉണ്ടാക്കിയെടുത്ത ഒരു പേര്, വടകരയിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വേരോട്ടം, ഇതൊക്കെ CPM-നെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ്. അതിനിടയിലാണ് പ്രത്യേകിച്ചും TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അങ്ങനെ തന്നെ ഗുരുതരമായി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കെ രമ ഇടത് സ്ഥാനാർത്ഥി പി ജയരാജനെ കൊലയാളി എന്ന് വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കളും കെ സുധാകരൻ കണ്ണൂരിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. കൊലപാതക രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനുമുള്ള ഒരു വലിയ മറുപടിയായിരിക്കും വടകരയിലും കണ്ണൂരും ഉണ്ടാവുക, ആ വിധിയെഴുത്തായിരിക്കും നടക്കുക എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ കെ രമ പരസ്യമായി തന്നെ അത്തരത്തിൽ ഒരു വിളിയുമായി, ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. നേരത്തെ വലിയ അടിയൊഴുക്കുകൾ, രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറിമറിഞ്ഞ മണ്ഡലമാണ് വടകര. RMPയുടെ വലിയ സ്വാധീനം, വ്യക്തമായ സ്വാധീനം കാരണം CPM-നെ പലപ്പോഴും അടിതെറ്റിയിട്ടുമുണ്ട് ആ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF കളത്തിലിറക്കി കളിക്കാൻ ഉദ്ദേശിച്ചത് കെ രമയായിരുന്നു. വടകരയിൽ പി ജയരാജനോട് രമ ഏറ്റുമുട്ടുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ മാസം ആദ്യം പകുതിയിൽ കേരളം പ്രധാനമായും ചർച്ച ചെയ്തത്. പക്ഷെ അവസാന നിമിഷം എല്ലാം മാറിമറിഞ്ഞു. വട്ടിയൂർക്കാവ് MLA കെ മുരളീധരനെ വടകരയിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതോടുകൂടി കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഏതായാലും ഒരു വശത്ത് കൃത്യമായി കളമറിഞ്ഞ് കളിക്കുകയാണ് CPM വടകരയിൽ. നിലവിലുള്ള വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ വലിയ പര്യടനമാണ് പി ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ജനകീയ പരിവേഷം, ഒരു സാധാരണ ജനകീയ നേതാവ് എന്നുള്ളൊരു പരിവേഷം പി ജയരാജനുണ്ട്. മറ്റ് CPM നേതാക്കളെക്കാൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങൾ മുതൽ വലിയ തരത്തിലുള്ള ബന്ധം, പഞ്ചായത്ത് തലം മുതൽ അത് നിയമസഭയിലൂടെ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഒക്കെ വലിയ തരത്തിലുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് പി ജയരാജൻ. അതുകൊണ്ട് തന്നെ ജയരാജൻ വ്യക്തമായൊരു ആധിപത്യം ഇപ്പോൾ മണ്ഡലത്തിൽ നേടിയിരിക്കുന്നു, മേൽക്കൈ നേടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി ആര്, വയനാടിനൊപ്പം തന്നെ വടകരയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. വയനാട് ആ അവ്യക്തതകൾ നീങ്ങിയെങ്കിൽ പോലും വടകരയിൽ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ചിത്രം തെളിഞ്ഞിട്ടില്ല. അവസാന സ്ഥാനാർത്ഥി പട്ടികയിൽ കെ മുരളീധരന്റെ പേര് പ്രഖ്യാപനം ഇനിയും വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്, വിജയമുണ്ടാകുമെന്നൊക്കെ കെ മുരളീധരന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞെങ്കിലും എത്രത്തോളമായിരിക്കും പി ജയരാജനെതിരെയുള്ള UDF സ്ഥാനാർത്ഥിയുടെ പോരാട്ടം എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഏറ്റവും ഒടുവിൽ കെ രമ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ എന്ത് അലയലുകളായിരിക്കും വടകരയുടെ മണ്ണിൽ ഉണ്ടാക്കുക, ഏത് രീതിയിലായിരിക്കും ഇത് തിരഞ്ഞെടുപ്പ് ചിത്രത്തെ ബാധിക്കുക, ഒപ്പം കേസ് ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക, ഇവ ചോദ്യങ്ങളായി തന്നെ അവശേഷിക്കുകയാണ്.